ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സീസ് വേൾഡ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ 16 ഫൊറോന ചർച്ച് സന്ദർശനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. സെന്റ് തോമസ് ചർച്ച് മറ്റം അല്ലേ? സെന്റ് തോമസ് ചർച്ച് മറ്റം. മറ്റേ പള്ളിയുടെ ഉൾഭാഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആരാധന നടക്കുകയായിരുന്നു. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ 8ാമത്തെ പള്ളിയാണ്. ഇതാണ് മറ്റം പള്ളി കേട്ടോ. അടുത്തതായി നമ്മൾ കാണുന്ന പള്ളിയാണ് സെന്റ് തോമസ് ചർച്ച് പാലയൂര്. ഇത് നമ്മുടെ 9ാമത്തെ പള്ളിയാണ് കേട്ടോ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് വേലൂർ പള്ളി കേട്ടോ. വേലൂർ പള്ളിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേലൂർ പള്ളിയാണ്. പള്ളിയുടെ പേരെന്താണ്? ഫ്രാൻസിസാ. സെന്റ് സേവിയേഴ്സ് ചർച്ച് അല്ല? സെന്റ് സേവിയേഴ്സ് ചർച്ച് വേലൂർ. സെന്റ് സേവിയേഴ്സ് ചർച്ച് വേലൂർ. വേലൂർ പള്ളിയുടെ ഉൾഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇവിടെ എപ്പടി വെള്ള അമ്മേ, നിറച്ചും വെള്ളം. ഈ ഒറ്റയ്ക്ക് നടന്നു പറഞ്ഞെടുക്കാറ്. വേര് എവിടെ ആയിരുന്നു? വേരിനെ കണ്ടില്ല. എവിടെയായിരുന്നു? അവിടെ ഇത് നമ്മുടെ വേലൂരിലത്തെ പഴയ പള്ളിയുടെ ഭാഗങ്ങളാണ് കേട്ടോ. അത് പഴയ പള്ളി അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. അവർ പൊളിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല. അതങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്.
പഴയ പള്ളിയുടെ ഉൾഭാഗമാണ് കേട്ടോ. പുതിയ പള്ളി പണിതാലും ഈ പഴയ പള്ളി അവർ പൊളിച്ചു കളഞ്ഞിട്ടില്ല. അതൊരു ചരിത്ര സ്മാരകമായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അർണോസ് പാതിരിയുടെയൊക്കെ കാലത്ത് പണിത പള്ളിയാണ് തോന്നുന്നത്. അപ്പോൾ അത് കാരണം അതൊരു ചരിത്ര സ്മാരകമായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അർണോസ് പാതിരിനെ എവിടെ അടക്കിയേക്കണത്? പഴുവിലല്ല അടക്കിയേക്കുന്നത്. അർണോസ് പാതിരിനെ നമ്മൾ കണ്ടില്ലേ? പഴുവിലല്ല നമ്മൾ കണ്ടത്. അതാ ഇന്ന് നമ്മൾ പോയിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ടില്ല. അതറിയില്ല, തിരുശേഷിപ്പില്ല അതിൻ്റെ. പിന്നെ നമ്മൾ കാണാൻ പോയതാണ് എരുമപ്പെട്ടി പള്ളി. എരുമപ്പെട്ടി പള്ളിയുടെ നിലവിലുള്ള പള്ളിയാണ് ഇപ്പോൾ ഇത്. ഇനി പുതിയ പള്ളി അവർ പണിയാനായിട്ട് എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ പണി തീരുന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എരുമപ്പെട്ടി പള്ളി. ഇത് നമ്മുടെ 11ാമത്തെ പള്ളി. പിന്നീട് നമ്മൾ കാണാൻ പോയത് വടക്കാഞ്ചേരി പള്ളിയാണ്. സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് വടക്കാഞ്ചേരി പള്ളിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ. സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ചർച്ച് വടക്കാഞ്ചേരി. സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. അടുത്തതായി നമ്മൾ കാണാൻ പോണത് ചേലക്കര പള്ളിയാണ് കേട്ടോ. ചേലക്കര ഫൊറോന പള്ളിയിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത്. ഇത് നമ്മുടെ തീർത്ഥയാത്രയിലത്തെ 13ാമത്തെ പള്ളിയാണ് കേട്ടോ. ചേലക്കര പള്ളി 13ാമത്തെ പള്ളിയാണ്, നമ്മുടെ ഫൊറോന പള്ളിയാണ്. ഇത് ചേലക്കര പള്ളിയാണ് കേട്ടോ. ചേലക്കര പള്ളിയാണ്. പേര് കാണാനില്ലല്ലോ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോയ പള്ളിയാണ് കൊട്ടേക്കാട് പള്ളി. കൊട്ടേക്കാട് പള്ളി നമ്മുടെ 14ാമത്തെ പള്ളിയാണ് കേട്ടോ. 14ാമത്തെ ഫൊറോന പള്ളിയാണ് കൊട്ടേക്കാട് പള്ളി. സെൻറ്റ് മേരീസ് അസംഷൻ ചർച്ച് കൊട്ടേക്കാട് അല്ലേ.
അസംഷൻ ചർച്ച് തേക്കാട്. സെൻറ് മേരീസ് അസംഷൻ ചർച്ച് കൊട്ടേക്കാട്. ആ പള്ളിയാണ് ഈ കാണുന്നത്. കൊട്ടേക്കാട് പള്ളിയുടെ ഉള്ളിൽ നമുക്ക് കയറാനായിട്ട് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് പോകാൻ, പ്രായവർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യമുണ്ട് കൊട്ടേക്കാട് പള്ളിയിൽ. അപ്പോൾ ഈ കൊട്ടേക്കാട് പള്ളിയിലായിരുന്നു നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ അവസാനം. 14ാമത്തെ സ്ഥലം ഇവിടെയായിരുന്നു. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഞങ്ങളുടെ കുരിശിൻ്റെ വഴി അവസാനിച്ചു. പിന്നെ നമുക്ക് കാണാനുള്ളത് പുത്തമ്പള്ളിയും ലൂർദ് പള്ളിയായിരുന്നു. പുത്തമ്പള്ളിയും ലൂർദ് പള്ളിയും നമ്മളെപ്പോഴും കാണുന്ന പള്ളികളായതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. ലൂർദ് പള്ളിയുടെ അവസാനത്തെ പള്ളിയായിട്ട് ലൂർദ് പള്ളിയുടെ ഭാഗം, ഫ്രണ്ട് ഭാഗം മാത്രം എടുത്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ 16 പള്ളിയിലത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കും ഞാൻ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഓക്കെ. ഫ്രണ്ടിൽ ബസ് കയറ്റിയിട്ടിട്ട് നമ്മൾ അതിൻ്റെ മുന്നിലുള്ള ഇന്ത്യൻ കോർപ്പറേഷനിൽ നിന്ന് നമ്മുടെ രാത്രി ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവരും 9:30 കൂടിയിട്ട് നമ്മുടെ മുക്കാട്ടുകര തിരിച്ചെത്തി. അങ്ങനെ നമ്മുടെ 16 കൊറോണ പള്ളി സന്ദർശനം വളരെ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി. എല്ലാവരും 9:00 പിരിഞ്ഞു. അപ്പോൾ 16 കൊറോണ പള്ളി സന്ദർശനം ഈ വീഡിയോയോട് കൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.